കാസർഗോഡ് പെരിയയിൽ കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീട്ടിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി സന്ദർശനം നടത്തി. ആദ്യം കൃപേഷിന്റെ വീട്ടിലാണ് രാഹുൽ എത്തിയത്. വീട്ടുകാരുമായി കൂടിക്കാഴ്ച നടത്തിയ രാഹുൽ കുടുംബത്തിനായി നിർമ്മിക്കുന്ന വീടും സന്ദർശിച്ചു. ശേഷം ശരത്തിന്റെ വീട്ടിലും രാഹുൽ സന്ദർശനം നടത്തി. കൃപേഷിന്റെയും ശരത്തിന്റെയും കുടുംബത്തിന് നീതി ലഭ്യമാക്കണമെന്ന് രാഹുൽ പറഞ്ഞു. വിവരങ്ങൾ മുജീബ് റഹ്മാൻ നൽകും. മുജീബ്, രാഹുൽ എന്താണ് ശരത്ലാലിന്റെയും കൃപേഷിന്റെയും മാതാപിതാക്കളോട് പറഞ്ഞത്? അവരുടെ പ്രതികരണം എന്തായിരുന്നു? ആദ്യം എത്തിയത് പെരിയയിലെ ഹെലികോപ്റ്റർ ഇറങ്ങിയ ശേഷം ആദ്യം എത്തിയത് കൃപേഷിന്റെ വീട്ടിലേക്കായിരുന്നു. കൃപേഷിന്റെ വീട്ടിൽ ഏതാണ്ട് 25 മിനിറ്റ് സമയം അദ്ദേഹം ചെലവഴിച്ചു. അതിനുശേഷമാണ് പിന്നീട് ശരത്ലാലിന്റെ വീട്ടിലേക്ക് എത്തിയത്. ശരത്ലാലിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ അച്ഛൻ സത്യനാരായണൻ, അദ്ദേഹത്തിന്റെ സഹോദരി അമൃത, അമ്മ എന്നിവരെ കണ്ട് കുടുംബാംഗങ്ങളുമായി അദ്ദേഹം അല്പസമയം സംസാരിച്ചു. അതിനുശേഷം കൂടി നിന്ന് ഏറെ നേരമായി കൂടി നിന്നിരുന്ന പ്രവർത്തകരെ അദ്ദേഹം സംസാരിച്ചു. ഇതിന് അദ്ദേഹം ഈ ശരത്ലാലിനോടും കൃപേഷിനോടുമൊപ്പം ചെണ്ടവാദ്യം നടത്തിയിരുന്ന കലാകാരന്മാരെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെ അവരെ നേരിൽ കണ്ടു. ജനക്കൂട്ടത്തിന്റെ അടുത്തേക്ക് പോയി സ്ത്രീകളും അതുപോലെ തന്നെ ഏറെ നേരമായി കാത്തിരുന്നിരുന്ന കോൺഗ്രസ് പ്രവർത്തകരെയും അദ്ദേഹം അഭിവാദ്യം ചെയ്തു. അതിനുശേഷം നേരത്തെ തന്നെ കോൺഗ്രസ് നേതാക്കൾ സ്വരൂപിച്ചിരുന്ന ഇവരുടെ ഇരു പ്രവർത്തകരുടെയും കുടുംബത്തിനായി സ്വരൂപിച്ചിരുന്ന ധനസഹായം അദ്ദേഹം കൈമാറുകയും ചെയ്തു. ഒരു 15 മിനിറ്റ് സമയമാണ് ശരത്ലാലിന്റെ വീട്ടിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി സന്ദർശനം നടത്തിയത്. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹം തിരിച്ചു പോയിരിക്കുന്നു. ഇനി ഇവിടെ നിന്നും കോഴിക്കോട്ടേക്കാണ് അദ്ദേഹം പോകുന്നത്. അദ്ദേഹത്തോടൊപ്പം മുതിർന്ന കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെയുണ്ട്. മുകുൾ വാസ്നിക്, ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, അതുപോലെ തന്നെ KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, ഡീൻ കുര്യാക്കോസ് തുടങ്ങിയിട്ടുള്ള ഒരു വലിയ നേതൃത്വം തന്നെ അദ്ദേഹത്തോടൊപ്പം അനുഗമിച്ചിരുന്നു. ഏതായിരുന്നാലും ഇരു വീടുകളിലും അദ്ദേഹം സന്ദർശനം നടത്തി. ഇരു വീട്ടുകാരുമായി കൂടിക്കാഴ്ച നടത്തി. കോൺഗ്രസ് പ്രവർത്തകർ സ്വരൂപിച്ച ധനസഹായം അവർക്ക് കൈമാറുകയും ചെയ്തു. അതിനുശേഷം ശരി മുജീബ്, തുടരുക. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി കൃപേഷിന്റെയും ശരത്ലാലിന്റെയും വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചിരുന്നു. അതിലേക്ക് No matter what happens, they will get justice. We will ensure that whoever has done this will be punished. I understand the situation right now, but let me assure those people who have done this that justice is going to come to them. കൃപേഷിന്റെ വീടും സന്ദർശിച്ചിരുന്നു രാഹുൽ ഗാന്ധി. കൂടുതൽ വിവരങ്ങൾ ഷബീർ ഒമർ നൽകും. ഷബീർ, അവിടുത്തെ ഒരു സാഹചര്യം എന്തായിരുന്നു? രാഹുൽ ഗാന്ധി എപ്പോഴാണ് അവിടെ എത്തിയത്? കൃപേഷിന്റെ വീട്ടിൽ എത്ര സമയത്തോളം ചെലവഴിച്ചു? അന്ന ഉച്ചയ്ക്ക് 2:30 കൂടിയിട്ടാണ് രാഹുൽ ഗാന്ധി കൃപേഷിൻ്റെ വീട്ടിലെത്തിയത്. ആദ്യം സന്ദർശിച്ചത് കൃപേഷിൻ്റെ വീടായിരുന്നു. അതിനുശേഷമായിരുന്നു ശരത്ലാലിൻ്റെ വീട്ടിലേക്ക് പോയത്. രാവിലെ വളരെ വലിയ ശക്തമായ സെക്യൂരിറ്റിയാണ്, വളരെ സുരക്ഷാ ക്രമീകരണമാണ് ഇവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. രാഹുലിൻ്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് SPGയുടെ പ്രത്യേക സുരക്ഷാ സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അധികം ആളുകൾക്ക് കൃപേഷിൻ്റെയോ ശരത്ലാലിൻ്റെ വീട്ടിലേക്കോ ഇവിടെ രാഹുൽ ഗാന്ധി സഞ്ചരിക്കുന്ന വഴിയിലേക്കോ പ്രവേശനമില്ലായിരുന്നു. ഗതാഗത നിയന്ത്രണമടക്കമുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല വളരെ നേരത്തെ തന്നെ രാഹുലിനെ കാണാനായി ഈ നാട്ടുകാർ, സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള നിരവധി നാട്ടുകാർ വളരെ നേരത്തെ തന്നെ മണിക്കൂറുകളോളം രാഹുലിനെ കാണാനായി കൃപേഷിൻ്റെ വീട്ടിലും ശരത്ലാലിൻ്റെ വീട്ടിലും കാത്തിരുന്നിരുന്നു. കാരണം സുരക്ഷാ കാരണങ്ങൾ കൊണ്ട് നേരത്തെ എത്തണമെന്ന നിർദ്ദേശമുണ്ടായിരുന്നു, നേരത്തെ എത്തി കാത്തിരിക്കണമെന്ന നിർദ്ദേശമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഭക്ഷണം പോലും കഴിക്കാതെ വളരെയധികം ആളുകൾ അദ്ദേഹത്തെ കാത്തിരുന്നു. ആദ്യം എത്തിയത് കൃപേഷിൻ്റെ വീട്ടിലായിരുന്നു. നേരെ ഈ കാത്തിരുന്നവരെയാണ് അദ്ദേഹം കാണാൻ ചെന്നത്. രാഹുൽ ഗാന്ധിയെ കാണാൻ കൃപേഷിൻ്റെ വീട്ടിൽ കാത്തിരുന്നിരുന്ന സ്ത്രീകളടക്കമുള്ള ആളുകളെ കാണാനാണ് രാഹുൽ ഗാന്ധി ചെന്നത്. ശേഷം കൃപേഷിൻ്റെ അച്ഛനും കുടുംബാംഗങ്ങളുമായി സംസാരിച്ചു. 10 മിനിറ്റോളമാണ് കൃപേഷിൻ്റെ വീടിനകത്ത് അദ്ദേഹം ചെലവഴിച്ചത്. ശേഷം പുറത്തേക്ക് വന്ന് മാധ്യമങ്ങളോട് സംസാരിച്ച അദ്ദേഹം പറഞ്ഞത് കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും കുടുംബാംഗങ്ങൾക്ക് നീതി ലഭ്യമാക്കാൻ വേണ്ടി കോൺഗ്രസ് എല്ലാ സഹായവും ചെയ്യുമെന്നും കുടുംബത്തിന് കോൺഗ്രസിൻ്റെ സഹായം എല്ലായ്പ്പോഴും ഉണ്ടാകുമെന്നാണ് അദ്ദേഹം രാഹുൽ ഗാന്ധി കൃപേഷിൻ്റെ വീട് സന്ദർശിച്ചതിന് ശേഷം കുടുംബാംഗങ്ങളുമായി സംസാരിച്ചതിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞത്. ശേഷം കൃപേഷിൻ്റെ അച്ഛനുമായി സംസാരിച്ചപ്പോൾ കൃപേഷിൻ്റെ അച്ഛൻ പറഞ്ഞത് രാഹുൽ ഗാന്ധി CBI അന്വേഷണത്തിന് വേണ്ട എല്ലാവിധ സഹായങ്ങളും ഉറപ്പു നൽകിയതായും കേന്ദ്രത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കേന്ദ്രത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ തീർച്ചയായും CBI അന്വേഷണം അധികാരത്തിൽ വന്ന ഉടനെ പെരിയയിലെ കൊലപാതകത്തിൽ CBI അന്വേഷണം പ്രഖ്യാപിക്കുമെന്ന് ഉറപ്പ് നൽകിയതായുമാണ് കൃപേഷിൻ്റെ അച്ഛൻ കൃഷ്ണൻ നമ്മളോട് പറഞ്ഞത്. അത്തരത്തിൽ മാത്രമല്ല കൃപേഷിൻ്റെ സഹോദരിയെ പഠിപ്പിക്കുന്നതിന് വിദ്യാഭ്യാസം നൽകുന്നതിനുള്ള സഹായം, ഇപ്പോൾ വീട് പണി നടക്കുന്നുണ്ട്, അതിലേക്ക് കൂടുതൽ സഹായം, മറ്റ് സാമ്പത്തിക സഹായങ്ങൾ എല്ലാം ഉറപ്പ് നൽകിയതായും എല്ലാത്തിനുമുപരി കേന്ദ്രത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഉടനെ തന്നെ പെരിയയിലെ ഇരട്ട കൊലപാതകത്തിൽ CBI അന്വേഷണം അദ്ദേഹം ഉറപ്പ് നൽകിയതായും അതാണ് ഏറ്റവും വലിയ കാര്യമെന്നും കൃപേഷിൻ്റെ അച്ഛൻ നമ്മളോട് പറഞ്ഞത്. അന്ന ശരി, ഷബീർ ഒമർ, മുജീബ് റഹ്മാൻ വിവരങ്ങൾ നൽകിയത്.
കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ പെരിയ ഇരട്ട കൊലപാതക കേസിൽ സിബിഐ അന്വേഷണം പ്രഖ്യാപിക്കുമെന്ന് രാഹുൽ ഉറപ്പു നൽകിയതായി കൃപേഷിന്റെ അച്ഛൻ കൃഷ്ണൻ പറഞ്ഞു. വളരെ സന്തോഷം. ഞങ്ങൾ കുടുംബത്തെ സന്ദർശിച്ചത് നമുക്ക് വളരെ സന്തോഷം. പക്ഷേ നമ്മൾ ക്രൈംബ്രാഞ്ച് അന്വേഷണം നമുക്ക് പ്രതിയല്ല. അതുകൊണ്ട് നമ്മൾ ഒരു 8 പ്രതികളെ പിടിച്ച് അതിലൊതുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. 10-20ഓളം പ്രതികളുണ്ട്. പിന്നെ അവർക്ക് ഗൂഢാലോചന ചെയ്തവരും സാമ്പത്തിക സഹായം ചെയ്ത വത്സരാജും ശാസ്ത്രകാരനൊക്കെ പുറത്ത് വലിച്ചതൊക്കെയാണ്. അതുകൊണ്ട് നമുക്ക് CBI അന്വേഷണം വേണമെന്ന് പറയുമ്പോൾ അയാൾ പറഞ്ഞു എല്ലാ സഹായവും പാർട്ടി കയ്യിൽ നിന്ന് എല്ലാ സഹായം ചെയ്തു വരും. CBI അന്വേഷണത്തിന് കോടതിയിൽ പോവുക. അതുകൂടാതെ നമ്മളെ ഗവൺമെൻറ് വന്നു കഴിഞ്ഞാൽ പിറ്റേ തന്നെ നമ്മൾ CBI അന്വേഷണത്തിന് ഉത്തരവിടുന്നതായിരിക്കും. പിന്നെ പാർട്ടി തരത്തിൽ എല്ലാ കുടുംബത്തിനും എല്ലാ സഹായവും ഉറപ്പ് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്.